ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം. എന്ത് ദോശയെന്ന് വെച്ചാൽ ഗോതമ്പ് ദോശയാണെന്ന്. തേങ്ങയും ഗോതമ്പ് പൊടിയും കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടാണ് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. ഈ ചട്ടി അറിയാമോ, 75 വർഷമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നതല്ല, ഇവിടെ 75 വർഷം കൊണ്ടുള്ള ദോശക്കല്ലാണിത്, അയണിൻ്റെ. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷം, 2-3 വർഷം തന്നെ ആവും. അതുവരെ ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു. ഇത് ചീത്തയായി എന്ന് പറഞ്ഞ് വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഹസ്ബൻഡിനോട് ചോദിച്ചത് ഇതെന്തോന്നാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇത് നമ്മുടെ പഴയ ചട്ടിയാണ്, ഇത് യൂസ് ചെയ്യാൻ കൊള്ളൂല, 75 വർഷമായെന്ന് പറഞ്ഞു. എന്നാലും ഞാനൊന്ന് എടുത്ത് വൃത്തിയാക്കി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. അങ്ങനെ വൃത്തിയാക്കിയപ്പോഴേക്കും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഇങ്ങനെ ഇളകി വരും. നമുക്ക് നമ്മുടെ സാധാരണ നോൺ സ്റ്റിക്കിനെക്കാളും കൊള്ളാം, നന്നായിട്ട് ഇളകി വരും. ഇപ്പോൾ ഞാൻ ഒരെണ്ണം എണ്ണ തേച്ച് ഉണ്ടാക്കിയെങ്കിൽ അടുത്തത് എണ്ണ തേക്കാതെ ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മളിതാ കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചിന് രാവിലെ ഒരു വയ്യായിക ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ മടി വന്നിരിക്കുന്നത്. ദോശയും പഞ്ചസാരയൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാനും അത് തന്നെ കഴിക്കും. ഇവിടെ ആർക്കും അങ്ങനെ ഒന്നും നിർബന്ധമില്ല, ദോശയും ആ സാധനം വേണം ഈ സാധനം വേണമെന്നൊന്നും. ഇവിടെ ഉള്ളതെല്ലാവരും കഴിക്കും, എന്തുണ്ടാക്കുന്നു അത് കഴിക്കും. പിന്നെ ഹസ്ബൻഡ് മീൻ കഴിക്കില്ല എന്നേ ഉള്ളൂ. മീൻ പോയിട്ട് വേറെ എന്തെങ്കിലും ഒരു കൂട്ടാനോ 2 കൂട്ടാനോ കൊടുത്താൽ കഴിക്കും, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടെ കുഞ്ഞു ബാബ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നു. അവൾക്ക് വയ്യാത്തതുകൊണ്ടാണ് അവളിങ്ങനെ ഓരോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മടിയിൽ തന്നെ ഇരുന്ന് ഇന്ന് ഫുള്ള് മടിയിൽ തന്നെയാണ്, കയ്യിൽ തന്നെയാണ് അവളിരിക്കുന്നത്. ദോശ കഴിക്കാതെ പഞ്ചസാര മാത്രം മുക്കി കഴിക്കാനാണ് അവളുടെ പ്ലാൻ. ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചൊളിച്ച് കഴിക്കും. എല്ലാവരും അവിടെ എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? എന്താണ് പരിപാടി സൺഡേ ആയിട്ട്? ഇത് ഇന്നലത്തെ വ്ളോഗാണ്, സാറ്റർഡേ വ്ളോഗാണ്. സൺഡേ വ്ളോഗ് ഞാൻ പിന്നെ ഇടാം. സൺഡേ വ്ളോഗ് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ നാളെ ഇടാം. ഇത് സാറ്റർഡേ ആണ് ഞാനിത് ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ടാറ്റ ബൈ ബൈ. ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് നോക്കിക്കോട്ടെ. ബൈ.